ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റ് മ്യാവ് എന്നുള്ള പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകൾ കണ്ടു കാണുമല്ലോ. അതേപോലെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സും അതേപോലെ ആക്ടിവിറ്റിന്റെ ക്ലാസ്സും ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മ്യാവ്, നമ്മുടെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ പാഠം മ്യാവ് എന്നുള്ള ചാപ്റ്ററിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിൽ ടീച്ചേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഗിവൺ പെറ്റ്സ്. ഇവിടെ 3 പെറ്റ്സിന്റെ ചിത്രമാണ്. പെറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ നമ്മൾ പെറ്റ്സ് എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് മൂന്ന് അനിമൽസിന്റെ പെറ്റ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഈ ജീവി എന്ന ആ ജീവിയുടെ പേര്, ആ അനിമലിന്റെ നെയിം ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നെയിം എഴുതുക. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഡ്രോ ആൻഡ് റൈറ്റ് അബൌട്ട് യുവർ പെറ്റ്. എന്താ ചോദ്യം? എന്താ? നിങ്ങളുടെ പെറ്റിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ പെറ്റ് ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഒരു 5 വരി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതൊരു ക്യാറ്റിനെ കുറിച്ചോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിലെ പെറ്റായിട്ട് വളർത്തുന്ന അനിമൽ എന്താ, ആ അനിമലിനെ കുറിച്ചിട്ട് അനിമലിന്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 or 3 വരികൾ എഴുതി ചേർക്കാനും കൂടെ ശ്രമിക്കുക. സെന്റൻസുകളാണ് എഴുതേണ്ടത് കേട്ടോ, വേർഡ്സ് അല്ല. സെന്റൻസ് എഴുതുക. ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ പെറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ആക്ടിവിറ്റി, കളർ ദ പിക്ചർ ആൻഡ് എന്ത് ചെയ്യണം? സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യും കൂടെ വേണം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആരുടെ ചിത്രമാണിത്? ഹെന്നാണോ റൂസ്റ്റർ ആണോ? അല്ലെ, ചിത്രം കാണുമ്പോൾ തന്നെ പലരും ഹെൻ എന്ന് പറയും അല്ലേ. ഹെന്നല്ല, ഇത് റൂസ്റ്റർ ആണ്. ഓക്കെ, അതായത് ഹെന്നും റൂസ്റ്ററും തമ്മിൽ വ്യത്യാസം എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ. ഹെൻ എന്ന് വെച്ചാൽ എന്താ? പിടക്കോഴി. റൂസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? പൂവൻകോഴി അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ചിത്രത്തിന് കളർ കൊടുക്കുക. നമ്മൾ റൂസ്റ്റർ എന്താന്നൊക്കെ നമ്മൾ റൂസ്റ്ററിന്റെ ഒക്കെ നമ്മൾ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ദിസ് ഈസ് എ റൂസ്റ്റർ എന്ന് എഴുതി ചേർക്കും കൂടെ വേണം. ഓക്കെ, അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി. എന്താ നാലാമത്തെ ആക്ടിവിറ്റി? റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ ദ ഗിവൺ പിക്ചർ. ചിത്രത്തിൽ കുറേ അനിമൽസിന് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. കുറേ അനിമൽസ് ഉണ്ട് ഈ ചിത്രത്തിൽ. അത് നോക്കിയിട്ട് ഓരോരോ അനിമൽസ്, നിങ്ങൾക്ക് അറിയാവുന്ന ഓരോരോ അനിമൽസിന്റെ നെയിം എന്ത് ചെയ്യണം? എടുത്ത് എഴുതുക. ഇവിടെ എലിഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട് അല്ലെ. എലിഫന്റും ടൈഗറും ജിറാഫ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ അനിമൽസിന്റെ നെയിമും എഴുതുക. അനിമൽസിന്റെ പേര് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി. എന്താ അഞ്ചാമത്തെ ആക്ടിവിറ്റി? കംപ്ലീറ്റ് ദ പോം. പോം കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒരു 4 വരി പോമാണ്, വളരെ ചെറിയൊരു പോമാണ്. പോം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. 2 വരി, ആദ്യത്തെ 2 വരി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി 2 വരി എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക. എന്താ ആദ്യം എഴുതിയിരിക്കുന്നത്? ഐ ഹാവ് എ പപ്പി. പപ്പീസ് നെയിം ഈസ് കിറ്റി. അടുത്ത വരി എന്ത് ചെയ്യുക? ആ കിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യുക? 2 വരി എഴുതി ചേർക്കുക. അതാണ് നമ്മുടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി. 6th ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കുറച്ച് അനിമൽസിന് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് അനിമൽസ് വെച്ചാൽ ബോത്ത് അനിമൽസും ഉണ്ട്, ബേർഡ്സും ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലേ. അതായത് മൃഗങ്ങളും ഉണ്ട്, പക്ഷികളും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചിത്രം നോക്കിയിട്ട് അനിമൽസിനെ ഒക്കെ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ കോളത്തിൽ, അനിമൽസിന് കാണുന്ന കോളത്തിൽ എഴുതുക. ബേർഡ്സ്, പക്ഷികളെയൊക്കെ രണ്ടാമത്തെ കോളത്തിൽ എഴുതി ചേർക്കുക. മനസ്സിലായില്ലേ? അനിമൽസ് മൃഗങ്ങളുടെ പേരാണ്. ഇവിടെ നോക്കൂ, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? മങ്കി. മങ്കിനെ ഏത് കോളത്തിൽ എഴുതും? അനിമൽസ് എന്നുള്ള കാണുന്ന ഈ കോളത്തിൽ എഴുതുക. അതേപോലെ ഇവിടെ എന്തുണ്ട്? പാരറ്റ് ഉണ്ട് അല്ലേ. പാരറ്റിനെ എവിടെ എഴുതണം? ബേർഡ്സ് ഉള്ള കോളത്തിൽ എഴുതുക. അങ്ങനെ എന്ത് ചെയ്യണം? ഈ ബേർഡ്സിനെയും അനിമൽസിനെയും എന്ത് ചെയ്യണം? തരം തിരിച്ച് ടേബിളിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റി. 6 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മൂന്നാമത്തെ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളും കാണുക. നമ്മുടെ മ്യാവ് എന്നുള്ള ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണുക. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.